തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന പാക് അഫ്ഗാനിസ്ഥാൻ സമാധാന ചർച്ച പരാജയം. 2 ദിവസമായി തുടർന്ന ചർച്ചയിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രകോപന നിലപാടുകളാണ് സ്വീകരിച്ചത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അഫ്ഗാനുമായി തുറന്ന യുദ്ധം നടത്തുമെന്നായിരുന്നു ഭീഷണി. വിവാദമായതിനെ തുടർന്ന് ഖ്വാജ ആസിഫ് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. യുക്തിഭദ്രം അല്ലാത്ത നിലപാടുകൾ പാകിസ്ഥാൻ സ്വീകരിക്കുന്നുവെന്നാണ് അഫ്ഗാനിസ്ഥാന്റെ വാദം. വിവരങ്ങളുമായി ഐസൺ ജോസാണ് ചേരുന്നത്. ഐസൺ, ഈ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം അത് രൂക്ഷമാകാൻ ഇടയാകുന്നതാണോ ഈ ചർച്ച എന്ന് പറയുന്നത്? കാരണം ഈ ചർച്ചയ്ക്കകത്ത് പാക് പ്രതിരോധ മന്ത്രി വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഐസൺ? ഗൗതം, തീർച്ചയായും ഈ ചർച്ചയിൽ വലിയ പരാജയങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം പാകിസ്ഥാന്റെ ചില പിടിവാശികളും ഒരു നിരുത്തരവാദപരമായ നിലപാടുകളുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ചില പ്രകോപനപരമായ നിലപാടുകൾ പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം പലതവണ ഇങ്ങനെ വാവിട്ട വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു രീതിയുള്ള ഒരു വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായും അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വെടിനിർത്തൽ ധാരണ 48 മണിക്കൂർ നേരം നടപ്പാക്കുകയും അത് കഴിഞ്ഞ ഉടനെ സംഘർഷം ഉണ്ടാവുകയും പിന്നീട് വീണ്ടും വെടിനിർത്തലിലേക്ക് നീങ്ങുകയും തുടർ ചർച്ചകൾ ഇസ്താംബൂളിൽ ആരംഭിക്കുകയുമാണ് ചെയ്തത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ തന്നെയാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തത്. എങ്കിൽ കൂടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു പൊതു സമവായത്തിൽ എത്തുന്നതിനുള്ള നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പാക് എന്താണോ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ ഉദ്ദേശിക്കുന്നത് അവയെല്ലാം തന്നെ രേഖകളായി ലഭ്യമാക്കിയാൽ മാത്രമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അത്തരത്തിൽ ഇത് യുദ്ധം തുടരുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നതിനൊരു വിമുഖത പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ച അലസി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ചർച്ച 2 ദിവസമായി തുടർന്ന ചർച്ച അധികം തുടരും മുമ്പേ, അതായത് ചർച്ചകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത്തരത്തിലൊരു ചർച്ച തുടർന്നു പോയാൽ പ്രായോഗികമായി ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, തെഹ്രീക്കെ താലിബാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ചില നിലപാടുകളും സംഘർഷത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘർഷം കുറെ കൂടി കടുക്കുകയും സ്വാഭാവികമായും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്ത ഒരു രീതിയിലേക്ക് പോവുകയും ഈ സംഘർഷത്തിന്റെ സമാധാന ധാരണകൾ സംബന്ധിച്ച ചർച്ചകൾ നിർത്തിവെക്കുകയും ചെയ്തത്. ഇപ്പോൾ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവവികാസങ്ങളെല്ലാം തന്നെ ഇന്ന് രാത്രി വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാവുന്ന സംഭവങ്ങളിലേക്ക് നീങ്ങുമെന്ന ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ഗൗതം.